എല്ലാവർക്കും ജെ ഗാർഡൻ ലീപ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വളർത്തുന്ന തിലോപ്പിയ എന്ന മീനിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ആദ്യമായി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ആ കവറോട് പൊട്ടിക്കാതെ നമ്മുടെ കുളത്തിലെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ കുളത്തിലെ വെള്ളവുമായി ഒന്ന് സെറ്റായതിനു ശേഷം പതിയെ വേണം അതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് വിടാനായിട്ട്. കുഞ്ഞുങ്ങളിപ്പോൾ 1.5 മാസം പ്രായമായതാണ്. നമ്മൾ സ്വന്തമായി നാച്ചുറൽ ഫുഡ് കൊടുത്ത് വളർത്തുന്നതിന് നല്ല ടേസ്റ്റുമായിരിക്കും, നമുക്ക് ആരോഗ്യത്തിനും ഏറ്റവും നല്ലൊരിതാണ്. ഇതിന് നമ്മൾ പെല്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. അത് ഓരോ സ്റ്റേജിലും ഓരോ ഫുഡാണ് അതിൻ്റെ നമ്പർ വൈസ്. പിന്നെ നമുക്ക് വീട്ടിലെ ഇലകളെല്ലാം ഇതിന് ഫുഡായിട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പം മുരിങ്ങയില ആയാലും ചീരയില ആയാലും എല്ലാം നമുക്കിതിന് കൊടുക്കാൻ പറ്റും. അതും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അതുകൂടെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ലാഭം കിട്ടും. അസോളയും ഇവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. അത് ഞാനിവിടെ വളർത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വക കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി. അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് മാത്രം പെല്ലറ്റ്സ് മേടിച്ചാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ നമുക്ക് തന്നെ വളർത്തിയെടുക്കാനും അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഇതിൻ്റെ വളം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ഇതെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും മത്സ്യത്തിനായാലും പച്ചക്കറിക്കായാലും വിലക്കയറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ സ്വന്തമായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായി വരികയില്ല. നമ്മുടെ ആരോഗ്യത്തിന് അത് എന്നും നല്ലത് തന്നെയാണ്. ഇതെല്ലാവർക്കും സാധ്യമാകുന്നൊരു കാര്യമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പം നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിന് നമുക്ക് ഒരു ചെറിയ കുളത്തിലായാലും ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ക്വാണ്ടിറ്റി ഇടരുത്. ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഓക്സിജൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ മെയിനായിട്ട് നമ്മളത് ശ്രദ്ധിക്കണം. കുറച്ച് അതിൻ്റെ ഇടാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ വളർത്താവൂ. എണ്ണം കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഫുഡ് കൊടുക്കുന്നത് വെച്ച് പെട്ടെന്ന് അതിൻ്റെ വളർച്ചയും ഉണ്ടാവും. പുറത്തുനിന്നൊക്കെ നമ്മൾ തിലോപ്പിയൊക്കെ മേടിക്കുമ്പോൾ അത് ഒരുപാട് വെയിറ്റ് ഉള്ളതും ഒരുപാട് വലുതും ആകുമ്പോൾ അത് അവർ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഹോർമോണൊക്കെ കൊടുത്ത് കെമിക്കലൊക്കെ ഇതാക്കി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ എല്ലാം കൊണ്ടും നമുക്ക് എപ്പോഴും നമ്മൾ സ്വന്തമായി നമ്മുടെ വീട്ടിലുള്ള ഇലകളായാലും എല്ലാം കൊടുത്ത് വളർത്തുമ്പോൾ അതിൻ്റെ ഒരുപാട് വളർച്ചയൊന്നും വന്നില്ലെങ്കിലും പക്ഷെ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനായിരിക്കും. ഇത് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കും. നല്ലപോലെ വളർച്ചയും ഉണ്ടാവും, ഇതൊന്നും വരത്തില്ല. നല്ലപോലെ കായകൾ കണ്ടില്ലേ, മുളകെല്ലാം ഇഷ്ടം പോലായിട്ടാണ് നമുക്ക് പിടിച്ചു വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടാൽ ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാം.